ഹലോ ഗൈസ്, കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാൻ കൊടുക്കുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ വേക്കൻസി ആ വേക്കൻസിൻ്റെ എല്ലാ കോൺടാക്ട് നമ്പറും ഉണ്ടാവും. ജോലി തിരക്കിൻ്റെ അടിയിൽ നമുക്ക് ഓരോന്നോരോന്ന് അയച്ചു കൊടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വെബ്സൈറ്റ് വഴി സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇന്നത്തെ വേക്കൻസികൾ സോഫ്റ്റ്വെയർ കമ്പനിക്ക് റൂബിയിൽ ഒരു എൻജിനീയറിങ് അതേപോലെ ഒരു സെയിൽസ്മാനും ആവശ്യമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം, പിന്നെ സോഫ്റ്റ്വെയർ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് വേക്കൻസി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ഡിസൈനർ നോക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, ലാംഗ്വേജും കാര്യങ്ങളും, പിന്നെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, GCCൻ്റെ. പിന്നെ അതേപോലെ കാർപ്പൻറ്റർ വേക്കൻസി വന്നിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്. പിന്നെ അതേപോലെ ഹോട്ടൽ മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് ഒമാനിലുണ്ടെങ്കിൽ മുൻഗണന കോൺടാക്ട് നമ്പർ ഞാൻ തരാം. ഓക്കെ, വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട്, വെയിറ്റർ വേക്കൻസി, കുക്കിൻ്റെ വേക്കൻസി, അങ്ങനെ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് ബർക്കയിലാണ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഈ വേക്കൻസി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവരായിട്ട് ഡീലാക്കുക. ഇനി പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, വേറെ വരും. ഒന്നുമില്ലാത്ത നല്ല ഇത്. പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിസ തരുന്നുണ്ടെങ്കിൽ 2 ഇയർ എന്നൊരു സംഭവമുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഓക്കെ, കമ്പനിക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക.